അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ, മാർമല വാട്ടർഫോൾസ്. എന്താ പറയണേ, പ്രകൃതിയുടെ മന്ത്രവാദിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇരട്ടപ്പേരുള്ള അടിപൊളി സ്പോട്ടാണെന്ന് പറഞ്ഞേ. അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാവേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു വാട്ടർഫോൾസ് ആണ് കേട്ടോ, മാർമല വാട്ടർഫോൾസ് അല്ല, പക്ഷെ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു അടിപൊളി വാട്ടർഫോൾസ് ആണ്. അപ്പം നമുക്ക് ഇവിടെ വന്ന് നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കാം, ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകാം. നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇടുങ്ങിയ വഴിയാണേ, ഇടുങ്ങിയ വഴിയാണ്, പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയാണ്. അത് ചൂടൊന്നുമില്ല, ചുറ്റും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പോവാം. പക്ഷെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷണ വേലി ഒരു സ്ഥലത്ത് പോലും ഇല്ല. അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. ഇല്ലിക്കലാണോന്ന് ഡൗട്ട് ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ പോകുന്ന വഴിക്ക്. ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്തിയിട്ടുണ്ട്. ഹായ്, നമ്മൾ ഇപ്പോൾ മാർമല വാട്ടർഫോൾസിൻ്റെ ഏരിയയിലാട്ടോ വന്നേക്കുന്നത്. പക്ഷെ സ്പോട്ട് എത്തിയിട്ടില്ല. ഇവിടം വരെയാണ് വണ്ടി വരുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് നമ്മളൊരു കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇതുണ്ട്, പ്രത്യേകിച്ച് പാർക്കിംഗ് ഏരിയ ഇല്ല, പക്ഷെ നമ്മൾ റോഡിന് വീതി ഉള്ളതുകൊണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ പാർക്ക് ചെയ്യാം. പിന്നെ ഇതുണ്ട്, ഇവിടെ ചെറിയ ചെറിയ 1-2 കടകളേ ഉള്ളൂ കേട്ടോ. പക്ഷെ അത്യാവശ്യം ഐസ്ക്രീമും അതുപോലെ ചെറിയ കൂൾ ഡ്രിങ്ക്സും ഒക്കെ മേടിച്ചുകൊണ്ട് പോവാം. അതുപോലെ മാലിന്യം വലിച്ചെറിയരുത്, 5000 രൂപയാണ് പിഴ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ അപകട സാധ്യത മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഹരിത ചെക്ക് പോസ്റ്റ് ആണ്. പിന്നെ അരുവിക്കരയിൽ ഇറങ്ങുന്ന അപകടമാണ് എന്നൊക്കെയുള്ള ഒരു വലിയൊരു പോസ്റ്റർ തന്നെ ഇവിടെയുണ്ട്. അതിനകത്ത് നമുക്കുള്ള ഓരോ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള മുന്നറിയിപ്പ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരാൾക്കുള്ള പാസ്സാണ് കേട്ടോ. 30 രൂപയാണ് പ്രവേശന ഫീസ്. പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇവിടുന്ന് ഒരു 350 മീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ശരിക്കും 400 മീറ്റർ ഉണ്ട്. 350 മീറ്റർ നടന്നിട്ട് പിന്നെ അരുവി തുടങ്ങുന്ന സ്പോട്ടാണെന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ നമുക്ക് മാർമല വാട്ടർഫോൾസിലേക്ക്. വണ്ടിയൊന്നും പോകത്തില്ല. നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനാണെന്നുണ്ടെങ്കിൽ താഴത്തെ വഴി പോകണം. പിന്നെ ഇപ്പം നമ്മൾ അരുവിയുടെ അങ്ങോട്ടേക്ക് കാണാനായിട്ടുള്ള പോകുന്ന സ്പോട്ടാണ്. താഴേക്കുള്ള വഴിയാണ് വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. ഇപ്പം നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളിപ്പം അവിടേക്കാണ് ഗൈസ് പോകുന്നത്, വെള്ളച്ചാട്ടത്തിലേക്ക്. നമ്മള് അപ്പം ഞാനും ഉണ്ട് വെള്ളച്ചാട്ടത്തിലോട്ട്, മാർമല വാട്ടർഫോൾസിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗൈസ്, നമ്മൾ മാർമല വാട്ടർഫോളിലേക്കാണ്. അതിന് ഇപ്പം വെളിച്ചമുണ്ട്, ഇവിടെ നന്നായിട്ട് വെളിച്ചമുണ്ട് കണ്ടോ. നന്നായിട്ട് വെള്ളത്തിൻ്റെ ഒക്കെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്.
നമ്മളിപ്പം അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അടുത്തോട്ട് നമ്മൾ തൊട്ടടുത്ത് എത്താറായെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം ഇങ്ങോട്ടൊക്കെ ആയിരിക്കും സെന്റിന് 50,000 25,000 എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സിറ്റി തന്നെ ആയിരിക്കാം. മോനെ ചേട്ടാ ഇവൻ നിന്ന് കൈ പിടിക്കാൻ സമ്മതിക്കാൻ പറയട്ടെ. ആ സുഭാഷ് വീണ വീഴല്ല, ഇപ്പം ശിവ വീഴാൻ പോകുന്ന കൂടെ പാറക്കല്ല. ഞാൻ ഒരു നമ്പർ തരാം. കാട്ടിയിടുമല്ലോ ആ കൃത്യം അവർ വഴിക്ക് അനുസരിച്ച് അവർ പേരെഴുതി. നമ്മൾ ലാസ്റ്റ് ഇവിടെ മർമല വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട്. നല്ല സൂപ്പർ സ്ഥലം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമ്മൾ ഒരു ലൈൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് കിടക്കരുത്, നമ്മുടെ സുരക്ഷ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അവിടെ സംരക്ഷണ വേലി പോലെ അവിടെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അങ്ങോട്ട് പോകരുതെന്നാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം. സൂപ്പറാണ് കേട്ടോ.
കറക്റ്റ് താത്താണ് കണ്ടോ. ഇനി നമ്മൾ മാർക്കേ നമ്മള് നടന്നു പോണ നമ്മളിവിടെ ചവിട്ടിയിട്ട് ഇവിടെ ചവിട്ടണം. കളയാതെ നമ്മള് ഇതാണ് എൻ്റെ ചേട്ടൻ ജായ്. അല്ല ഇതാണ് എൻ്റെ അമ്മ. ഇതാണ് എൻ്റെ ചേട്ടൻ ജായ്. നമ്മളെ മുകളിലേക്കാണ് മർമല വാട്ടർഫോൾ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് ഗൈസ്. ഇതിനും ഈ സ്ഥലത്തിന് പറയുന്നത് മർമല വാട്ടർഫോൾ എന്നാണ് ഗൈസ് ഈ സ്ഥലത്തിന് പറയുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുവാണ് ഗൈസ്. അതെ പാറപ്പുറത്ത് കിടക്കണം. അതെ ഇപ്പോൾ വെയിൽ ഇത്ര ഉള്ളതുകൊണ്ടാണേ ഫോൺ എപ്പോഴും ഉപയോഗിച്ചിട്ടിരിക്കുകയല്ലേ. ശിവക്കുട്ടിയേ ശിവക്കുട്ടിയേ വണ്ടിയിൽ നിന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ശ്രീഹരി ശിവ സൂക്ഷിച്ചു പറഞ്ഞേ. ഹലോ, നമ്മൾ മർമല വാട്ടർഫോൾസിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ. നല്ല സൂപ്പറാണ്, കുളിക്കാനൊക്കെ നല്ല സൗകര്യം കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ വാഗമൺ എന്നുള്ള രീതിയിൽ പ്രതീക്ഷ വന്നിട്ട് പെട്ടെന്നൊരു പ്ലാൻ ചെയ്തായിരുന്നു മർമലയിലേക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലിറങ്ങാനുള്ളൊരു പ്രിപ്പറേഷനിലൊന്നും ആയിരുന്നില്ല വന്നത്. സൂപ്പറാണേ. മണക്കം പറ്റിയാണ്. നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ, നല്ല ക്ലിയർ വാട്ടറാണ്. നല്ല തണുപ്പാണ് വെള്ളത്തിന്, നല്ല അന്തരീക്ഷം കണ്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ അറിയാതുണ്ടോ, നല്ല കാട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വേരുകളിലൂടെയൊക്കെ ഒഴുകി വരുന്ന വെള്ളം, അതുകൊണ്ട് തന്നെ നല്ല പ്യുവർ വാട്ടറാണ്.